ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, ഒരു ഓഫർ ഇടുന്നുണ്ടേ. 399 റുപ്പീസിന് 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 399 ആണേ. 399 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യണം കേട്ടോ. 399 ആണ് പേയ്മെൻറ്റ്. 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെവിളാണ്. വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ ആളുകളെ റോങ് ആയിട്ട് അസസ് ചെയ്യുക, അതുപോലെ നമുക്ക് ആളുകളെക്കുറിച്ച് മോശമായ ചിന്തകൾ വരിക, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നെഗറ്റിവിറ്റി വരിക, ഇതൊക്കെയാണ് ഡെവിൾ എനർജി പറയുന്നത്. അതുപോലെ ഡെവിൾ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് വളരെയധികം സൂക്ഷിക്കണം. ഹെൽത്ത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം. വഴിയിൽ തലറിഞ്ഞ് വീഴുക, അതുപോലെ ഒരു തരം ഒരു ഈവിൾ അറ്റാക്കാണ്. ശരിക്കും ഒരു ഈവിൾ അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോൾ ചിലരുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം, ചിലരുടെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് വരുന്നതായിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആവുക, ഷിവറിങ് പോലെ ഫീൽ ചെയ്യുക, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഡബിൾ കാർഡ് വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്സും 3 ഓഫ് പെൻറ്റക്കിൾസും. 7 ഓഫ് കപ്സും 3 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കണ്ണീർ കിട്ടുന്ന തന്നെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്നും വർക്ക് ചെയ്യുന്ന സ്ഥലത്തല്ലാതെ മറ്റാളുകളുമായിട്ട് കൊളാബറേഷൻ, ടീം വർക്കിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോകരുത്. അവിടെ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. പിന്നെ നിങ്ങളുടെ വീട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. അതുപോലെ പാസ്റ്റിലത്തെ കാര്യങ്ങൾ, പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കണ്ണു കെട്ടി നിന്നിരുന്നാൽ മതി. നിങ്ങളതിന് അഭിപ്രായങ്ങൾ പറയാൻ പോകണ്ട. ഓക്കെ, ഇത് പാസ്റ്റിലുള്ള ഒരു എൻകൗണ്ടർ ആയിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തിയുടെ ഫലം ഇന്ന് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഈ ഡബിൾ എനർജി പറയുന്നത് കേട്ടോ. പാസ്റ്റിലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അവരെന്ത് കാര്യം പറഞ്ഞുകൊണ്ട് വന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതിന് മറുപടി പറയാനായിട്ട് പോകണ്ട. ഈ പറഞ്ഞ പോലെ ഹെൽത്ത് വൈസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. പൈസ പ്രത്യേകം ശ്രദ്ധിക്കണം. പൈസ ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റിവിറ്റി ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫസ്റ്റ് കാർഡ് ഡെവിളാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കേൾക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് മറ്റുള്ള ആളുകളുടെ കണ്ണുകൾ ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങൾക്കിടയിൽ വളരെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക, അതൊക്കെ സാധ്യതയുണ്ട് ഡബിൾ എനർജി. അതുപോലെ ഒബ്സഷൻ, അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, ചില കാര്യങ്ങളോട് വല്ലാത്ത അഡിക്ഷൻ തോന്നുക, ഒബ്സഷൻ തോന്നുക, അതും ഉണ്ട്. ഇതൊരു കാർമിക്കായിട്ടുള്ളൊരു കാർഡാണ് ഈ ഡബിള്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതോ ഒരു കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതാണ്. അപ്പോൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും ആളുകൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവരാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് കൂടുതൽ അഭിപ്രായം പറയാനായിട്ട് പോകണ്ട. ഇന്ന് ആരോട് സംസാരിക്കുമ്പോഴൊന്ന് കരുതലോടുകൂടി സംസാരിക്കുന്നത് നല്ലതായിരിക്കും. 8 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നു എന്നാണ്. എന്നും ചെയ്യുന്നതല്ലാത്ത ജോലികൾ ചെയ്യാനാണ്, ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണ്. വർക്ക് ഹാർഡ് ആൻഡ് ഡെവലപ്പ് ചെയ്ത സ്കില്ലാണ്. ചെയ്ത പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യുക, അതിൽ നിന്ന് ഏണിംഗ് ഉണ്ടാക്കുക എന്നൊക്കെയാണ്. ഇത് എക്സ്ട്രാ ഏണിങ്, എക്സ്ട്രാ വർക്ക് ചെയ്യുക, എക്സ്ട്രാ ഏൺ ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. തേർഡ് വന്നിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇന്നൊരു കാർമിക്കായിട്ടുള്ളൊരു എൻഡ് ഉണ്ട്. അപ്പോൾ ഇന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ഇരിക്കേണ്ട ഒരു ദിവസമാണ്. വീൽ ഓഫ് ഫോർച്യൂണും ഡെവിളും രണ്ടും കാർമിക് കാർഡ്സ് ആണ്. കാർമിക് ക്ലിയറൻസ് ഉള്ള ദിവസമാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഇൻസൾട്ടഡ് ആവാനും ഹേർട്ട് ആകാനും സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീട് പണിയൊക്കെ നടക്കുന്നില്ലേ, വീട് പണി നടക്കുക,
അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ നിങ്ങളുടെ ഒരു പാസ്റ്റിലത്തെ ഒരു കർമ്മ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു കടുത്ത മാനസിക സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ഡെവിൾ കാർഡ്. 4 ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണ്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, മാര്യേജിൻ്റെ കാർഡാണ്, റിയൂണിയൻ്റെ കാർഡാണ്, ട്വിൻ ഫ്ലെയിം ജേർണിയുടെ കാർഡാണ്. അങ്ങനെയുള്ള ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിന്നൊരു റിയൂണിയൻ്റെ ദിവസമാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണ്. ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന ദിവസമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യുക, പുതിയ കാര്യങ്ങൾ ഏൺ ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. റിയൂണിയൻ ആണ് ഓഫ് കോഴ്സ്, അതുകൊണ്ട് 4 ഓഫ് വാണ്ട്സ്. 7 ഓഫ് സോഡ്സ് പാസ്റ്റിലത്തെ ചതിയാണ്. അപ്പോൾ ഇന്ന് എന്തോ ഒരു കാർമിക് ക്ലിയറൻസ് ശരിക്കും വരാനുണ്ട്. പാസ്റ്റിലത്തെ എന്തോ ഒരു കാര്യം റീ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സൂക്ഷിക്കണം. പുതിയ ആളുകളായാലും പഴയ ആളുകളായാലും സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോകാൻ വസ്തുക്കൾ, നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ചതിയുടെ കാർഡാണ്. അപ്പോൾ പാസ്റ്റിലത്തെ ഒരു ചതിയാണ്. പാസ്റ്റിൽ ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് ആ പഴയ ആൾ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെയും പാസ്റ്റിലത്തെ ഒരു റീ എൻകൗണ്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഉണ്ട്. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ, ഒരു കാർമിക് ക്ലിയറൻസും കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്നൊരു എന്തോ ഒരു കർമ്മ, പാസ്റ്റിലുണ്ടായിരുന്ന ഒരു കർമ്മയുടെ ക്ലിയറൻസ് ആണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരു ഓഫറാണ്. ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു ലവ് ഓഫർ ആയിരിക്കും, കാരണം കപ്പ് എനർജിയാണ്. ദെൻ ഒരു മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നൊരു സർപ്രൈസോ ഗിഫ്റ്റോ കിട്ടുന്നതാവാം, ഒരു സഹായം കിട്ടുന്നതാവാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ഒരു ജോബ് ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതാവാം, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ കാത്തിരിക്കുന്നവരാണെങ്കിൽ അതും ആകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. ദെൻ 6 ഓഫ് സോഡ്സ് ഒരു യാത്ര കാണുന്നുണ്ട്. എന്നും പോകുന്ന വഴിയിലൂടെയല്ല, വേറൊരു വഴിയിലേക്കാണ് പോകുന്നത്. വേറൊരു യാത്രയുണ്ട്. പക്ഷേ ആ യാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ ദുരിതങ്ങളോട്, അതായത് കുറച്ച് സ്ട്രഗിളാണ് നിങ്ങൾ തലയിലിരിക്കുന്നത്, കുറച്ച് ദുരിതം നിങ്ങളുടെ തലയിലുണ്ടാവും. അതായത് നിങ്ങൾ ഓൾറെഡി കുറച്ച് സ്ട്രഗിൾഡ് ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് എന്നും നിങ്ങൾ യൂഷ്വലി വർക്ക് ചെയ്യുന്നിടമാകാം, യൂഷ്വലി നിങ്ങൾ ചെയ്യുന്ന ജോലിയാകാം, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെക്റ്റിക് ആണെങ്കിൽ ഇന്ന് അവിടേക്കല്ല മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോകുന്നു, സമാധാനമുള്ളൊരിടത്തേക്ക് പോകുന്നു എന്നാണ്. ഒരു യാത്രയാണ്, എന്നുള്ളിടത്തു നിന്ന് മാറി മറ്റൊരിടത്തേക്ക് യാത്ര പോവുക എന്നാണ്. ഇത് സമാധാനം ഇല്ലാത്തിടത്ത് നിന്ന് സമാധാനത്തേക്ക് പോവുക എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ആ ജോലി ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാവാം, താമസിക്കുന്ന വീട്ടിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് വേറെ വീട്ടിൽ പോകുന്നതാവാം, വാടക വീട് ഒഴിഞ്ഞ് വേറെ വീട്ടിൽ പോകുന്നതാവാം, ജോലി ചെയ്യുന്ന സ്ഥലം ഓഫീസ് മാറുന്നതാവാം, ജോലി തന്നെ മാറുന്നതാവാം, വീട് മാറുന്നതാവാം, ഓൾറെഡി പറഞ്ഞു. എന്തോ സമാധാനം ഇല്ലാത്തൊരിടത്തുനിന്ന് സമാധാനം ഉള്ളൊരിടത്തേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് പണി ചെയ്യുക, പണം നേടുക, അതുപോലെ പണം ദാനം ചെയ്യുക, അതുപോലെ കോംപ്രമൈസ്, ഈ പൈസയുടെ കാര്യത്തിൽ ഒരു ബാലൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ആവശ്യമില്ലാത്തടത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, പൈസ കൊണ്ട് ചിലവാക്കരുത്, പണം ഇന്ന് മിക്കവാറും നഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോംപ്രമൈസ് ചെയ്യുക, കാര്യങ്ങളെ ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അർഹതയില്ലാത്ത ആളുകൾക്ക് ഒരു കാര്യവും കൊടുക്കരുത്. അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞ് തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ദോഷമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ ജനറസ് ആയിട്ടിരിക്കുക, മറ്റുള്ളവർക്കും കൂടെ ദാനം ചെയ്യുക, കിട്ടുന്നതിലൊരു പങ്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇന്ന് ധാരാളമായിട്ട് പണം വരും. അപ്പോൾ പണം വരുന്നതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് കേട്ടോ. ദെൻ വേൾഡ് കാർഡാണ്, എയർ ട്രാവലാണ്. നിങ്ങൾക്കൊരു വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കോ ഒരു യാത്ര കാണുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുടെ വിദേശയാത്രയുടെ ഒരുക്കങ്ങളാവാം, പക്ഷേ ഒരു വിദേശയാത്രയുമായി ബന്ധപ്പെട്ടതാണ് വേൾഡ് കാർഡ്. അപ്പോൾ ഇതൊരു സക്സസ് ആൻഡ് വിക്ടറിയാണ്, അതുപോലെ ഒരു കംപ്ലീഷനാണ്. ഇവിടെ വീണ്ടും ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ടാണ്, ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് ഈ വേൾഡ് കാർഡ് പറയുന്നത്. അപ്പോൾ ഇന്നൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. ക്രൂഷ്യൽ ഇൻ ദ സെൻസ് നമുക്ക് മറക്കാനാവാത്തൊരു ദിവസം, ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് കടന്നു പോകുന്നൊരു ദിവസം, അല്ലെങ്കിൽ പാസ്റ്റിൽ നമ്മൾ ചതിച്ചവരോ ആയ ആളുകളുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യത. പാസ്റ്റിൽ നിന്നും എന്തായാലും ഒരാൾ നിങ്ങളെ കാണാൻ വരുമെന്ന്, പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചതോ ആയിട്ടുള്ള ആൾ എന്തോ
വീടുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാവാം, അതും അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കള്ളത്തരമായിരിക്കാം. അല്ലെങ്കിൽ കള്ളത്തരം ആവണമെന്ന് നിർബന്ധമില്ല, പർച്ചേസിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നഷ്ടം ഉണ്ടായതാവാം. അതൊക്കെ ചിലപ്പോൾ ഇന്ന് നഷ്ടം ഉണ്ടാകാനും അതേപോലെ തന്നെ അത് കോംപ്രമൈസ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണം. അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത് കേട്ടോ. ഇന്ന് എന്തെങ്കിലും ഒരു കർമ്മ ക്ലിയറൻസിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. ഒരു വിക്ടിം മെൻറ്റാലിറ്റി ആയിരിക്കും. ഞാൻ പെട്ടുപോയി. ഇത് ശരിക്കും 8 ഓഫ് സോർഡ്സ് എന്നൊക്കെ പറയുന്നത് കാരാഗ്രഹം, തുറങ്കിലടയ്ക്കുക, കോടതി വിധിയിൽ പരാജയപ്പെട്ടു പോവുക, നമ്മൾ പെട്ടുപോവുക, ട്രാപ്പിലാവുക എന്നൊക്കെ അർത്ഥമുണ്ട് ഈ 8 ഓഫ് സോർഡ്സിന്. നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ ട്രാപ്പിലായിപ്പോയി, നമ്മൾ വിക്റ്റിമായിപ്പോയി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നതാണ്. ആക്ഷൻ എടുക്കാതിരിക്കുന്നതാണ്. അതുപോലെ ട്രാപ്പിലാവുക തന്നെയാണ്. ആരോ ട്രാപ്പിലാവുന്ന പോലെയൊക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ബോട്ടം മജീഷ്യനാണ്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇന്ന് വളരെയധികം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുള്ളൊരു ദിവസമാണ്. എന്ത് തന്നെയായാലും, നല്ലതായാലും ചീത്തയായാലും അതൊരു കാർമിക് സിറ്റുവേഷനാണ്. അപ്പോൾ അത് വലിയ പരിക്കുകളില്ലാതെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് നല്ലതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തോ നെഗറ്റീവാണെന്ന് വിചാരിച്ചിരിക്കേണ്ട, പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് മാത്രം വിചാരിക്കുക. നല്ലത് മാത്രമേ വരുമെന്ന് വിചാരിക്കുക കേട്ടോ. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് പുതിയൊരു വഴി തേടണമെന്നാണ് പറയുന്നത്. പിന്നെ നോ നീഡ് ടു വറി. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, പേടിക്കാനൊന്നുമില്ല, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം കേട്ടോ. ഞാനൊരു നോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ ആൻസേഴ്സ് എടുത്തോളുക. ഒരു നോയുണ്ട്, നോ നീഡ് ടു വറി ഉണ്ട്, ചൂസ് എ ന്യൂ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, അതൊന്ന് മാറ്റി പിടിക്കണം. ദെൻ പേടിക്കേണ്ട ആവശ്യമില്ല, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ സപ്പോർട്ടിനുണ്ട്. ദെൻ ഒരു നോ വന്നിട്ടുണ്ട്. ആ നോ എന്താണെന്നുള്ളത് നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ട എന്ന് നിങ്ങൾ വെക്കണം എന്നാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഓഫറിൻ്റെ കാര്യം മറക്കണ്ട. 399 റുപ്പീസിന് 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാവുന്നത്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.